മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഇമാം ബുഖാരി ചൊല്ലിയതായ പദ്യം ഞാൻ പലപ്പോഴും ചൊല്ലിയിട്ടുണ്ട്. സാന്ദർഭോചിതമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ആ പദ്യങ്ങളെ ഉൾക്കൊള്ളിച്ചതായിട്ട് ഞാൻ വായിക്കുകയും ചെയ്തു. ഇഗ്തനിം ഫിൽ ഫറാഗി ഫള റുകൂഇ അസാ അൻ തകൂനൽ മൗതതു ബഗ്ത കം സഹീഹിൻ റഅയ്തു മിൻ ഗൈരി സുഖ്മിൻ ദഹബത് നഫ്സുഹു സഹീഹതു ഫൽതാ ഇഗ്തനിം ഫിൽ ഫറാഗി ഫള റുകൂഇ റുകൂഇന്റെ സുജൂദിന്റെ നമസ്കാരത്തിന്റെ ഫള് നീ ടൈം കിട്ടുമ്പോഴെല്ലാം മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തണം. എന്തേ? പെട്ടെന്നായിരിക്കും ചിലപ്പോൾ NOC വരിക, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ NOC വരിക, അഥവാ മരണമാസന്നമാവുക. അസാ അൻ തകൂനൽ മൗതതു ബഗ്ത. എന്തേ? ഇമാം ബുഖാരി പറയുകയാണ്, കം സഹീഹിൻ റഅയ്തു മിൻ ഗൈരി സുഖ്മിൻ ദഹബത് നഫ്സുഹു സഹീഹതു ഫൽതാ. എത്ര നല്ല പുഷ്ടിയുള്ള ആരോഗ്യമുള്ള മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടെന്നൊരു പ്രഭാതത്തിൽ അവര് ഹാർട്ട് ഫെയിലായി മരിക്കുന്നതായി. അങ്ങനെ നാമും മരിക്കുമോ ഇല്ലേ എന്നത് ആർക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് എപ്പോഴാണ് മരിക്കുക എന്നത് അറിയാത്ത ഞാനും നീയും എന്ത് വേണം? ഫറാഗുള്ള സമയം, ഒഴിവുള്ള സമയം സുജൂദ് വർദ്ധിപ്പിച്ച് റുകൂഅ് വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഇമാം മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം മുഗൈറത്ത് ഇബ്നു ബർസിസ്ബത്തൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. ഇമാം ബുഖാരി ഇങ്ങനെ പറഞ്ഞതോടുകൂടി അദ്ദേഹം മരിച്ചത് ഒരു റമളാൻ മാസം സമാപിച്ചു. റമളാനിൽ നന്നായി അള്ളാഹുവിനെ ആരാധിച്ചു, നോമ്പൊക്കെ പിടിച്ചു. അങ്ങനെ പെരുന്നാൾ രാത്രിയായപ്പോൾ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. പെട്ടെന്നാണ് അദ്ദേഹം മരിച്ചത്. പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് ആക്ഷേപാർഹമായ ശൈലിയിൽ പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഹദീസുകൾ അത് ബാധകമാകും ആകൽ തയ്യാറാവാത്തവർക്കാണ്. തയ്യാറായവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല. ഏത് സമയത്തും മലക്കുൽ മൗത്ത് വരികയാണെങ്കിൽ ഒരുങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഹദീസുകൾ എന്തല്ല പ്രയാസമുള്ളതല്ല.